എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ടത് ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ. അപ്പോൾ എല്ലാ ആശംസകളും. ഹസീബ്, പടച്ചോൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. ഒരുപാട് സന്തോഷം മോളോട് പറയണം. മോൾക്ക് എല്ലാ ആശംസകളും പറയണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാനഡയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം പോകുന്നുണ്ടാവും. അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡയ്ക്ക് പോകുന്നത് അറിയില്ല. എന്തായാലും മോളുടെ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ. എന്തെങ്കിലും പടത്തിനൊരു വീഴ്ച വന്നാൽ ഞാൻ ഇല്ലേ ഹസീബെ എന്ന് എന്നോട് ചോദിച്ച് അയാളുടെ മകൻ്റെ പടം എന്നെ തലയിൽ വെച്ച് തന്നാണ്. ഈ സർദാർ പടം തല കുത്തനെ താഴെ വീണു. എന്തെങ്കിലും വഴി തേടി ജയറാമിനെയോ കാളിദാസിനെയോ ഹസീബ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. അങ്ങനെ ഹസീബിൻ്റെ ജീവിതം ശരിക്കും വഴിമുട്ടി എന്ന് എന്നോട് അയാൾ തുറന്നു പറഞ്ഞു. എൻ്റെ ദിനേശേട്ടാ, എന്നെ ഇങ്ങനെ ജയറാം ചതിക്കുമെന്ന് വിചാരിച്ചില്ല. അന്ന് ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ച് കാണില്ല. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുമാത്രമാണ് ചർച്ചാ വിഷയമായിട്ടുള്ളത്. പുള്ളിക്കാരൻ അന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം ഇപ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ആരും വിശ്വസിക്കാറില്ല, എല്ലാം തള്ളാണെന്നാണ് പറയാറുള്ളത്. എന്നാൽ ചില കാര്യങ്ങളെല്ലാം നല്ല കഴമ്പുള്ളത് തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തെങ്കിലും പടത്തിനൊരു വീഴ്ച വന്നാൽ ഞാൻ ഇല്ലേ ഹസീബെ എന്ന് എന്നോട് ചോദിച്ച് അയാളുടെ മകൻ്റെ പടം എന്നെ തലയിൽ വെച്ച് തന്നാണ്. ദയനീയമായി കോടികൾ പോയപ്പോൾ ഞാൻ ഈ അസുഖബാധിതനല്ലായിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ സ്ട്രോക്കിൻ്റെ രൂപത്തിൽ കിടക്കുകയാണ് വീട്ടിൽ. അപ്പം ഞാൻ എന്തെങ്കിലും അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളുടെ മകൻ നായകനായ പയ്യനും എടുക്കുന്നില്ല. ജയറാം നായകനായ ആടുപുലിയാട്ടം, മൈ ഗ്രേറ്റ് ഫാദർ, ഇതും ജയറാമായിരുന്നു നായകൻ. നന്നായി വീണ സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. ഇതിൻ്റെ പിന്നാലെ വന്ന ഒരു സിനിമ ഹസീബിനെ ശരിക്കും തകർത്തു. ജയറാമിൻ്റെ മകൻ കാളിദാസ് നായകനാവുന്ന ഹാപ്പി സർദാർ മറ്റാരോ തുടങ്ങി വെച്ച സിനിമയായിരുന്നു. അത് പാതി വഴിയിൽ കിടന്നുപോയി. ഈ ചിത്രം ജയറാം ഇടപെട്ട്, അണ്ടർലൈനിട്ട് കേൾക്കണം, ജയറാം ഇടപെട്ട് ഹസീബിനെ കൊണ്ട് എന്തെങ്കിലും അടി പറ്റിയാൽ ഞാനില്ലേ ഹസീബെ പരിഹരിച്ചോളാമെന്ന ഉറപ്പ് ജയറാം നൽകിയത് ഒരു ഉറപ്പായി തന്നെ ഹസീബ് എടുത്തു. ഹൈദരാബാദിലെ റാമുജി ഫിലിം സിറ്റിയിലും പഞ്ചാബിലും ഒക്കെ പോയി അടിച്ചു പൊളിച്ചങ്ങ് പടം തീർത്തു. പക്ഷെ തിയേറ്ററിലെത്തിയപ്പോൾ പരമദയനീയമായി ഈ സർദാർ പടം തലകുത്തനെ താഴെ വീണു. എന്തേലും പ്രശ്നം വന്നാൽ ജയറാം ഉണ്ടല്ലോ കൂട്ടിന്. ഇതിനിടയിലാണ് സ്ട്രോക്കിൻ്റെ രൂപത്തിൽ ഹസീബിനെ വിധി വീഴ്ത്തിയത്. പടം 7 നിലയിൽ പൊട്ടി. 2019 ഹാപ്പി സർദാർ. അതിന് മുൻവർഷം 2018 കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പയും വിജയമായിരുന്നില്ല. നമ്മളുള്ളതുള്ളതുപോലെ പറയണമല്ലോ. എന്തായാലും
ഹാപ്പി സർദാർ കോടികൾ കളഞ്ഞു. അസുഖബാധിതനായി ഹസീബ് വീഴുകയും ചെയ്തു. എന്തെങ്കിലും വഴി തേടി ജയറാമിനെയോ കാളിദാസിനെയോ ഹസീബ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. അങ്ങനെ ഹസീബിൻ്റെ ജീവിതം ശരിക്കും വഴിമുട്ടി എന്ന് എന്നോട് അയാൾ തുറന്നു പറഞ്ഞു. എൻ്റെ ദിനേശേട്ടാ, എന്നെ ഇങ്ങനെ ജയറാം ചതിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും പടത്തിനൊരു വീഴ്ച വന്നാൽ ഞാൻ ഇല്ലേ ഹസീബേ എന്ന് എന്നോട് ചോദിച്ച് അയാളുടെ മകൻ്റെ പടം എന്നെ തലയിൽ വെച്ച് തന്നതാണ്. ദയനീയമായി കോടികൾ പോയപ്പോൾ ഞാൻ ഈ അസുഖബാധിതനല്ലായിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ സ്റ്റോക്കിൻ്റെ രൂപത്തിൽ കിടക്കുകയാണ് വീട്ടിൽ. അപ്പം ഞാൻ എന്തെങ്കിലും അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളുടെ മകൻ നായകനായ പയ്യനും എടുക്കുന്നില്ല. എന്ത് പറയാനല്ലേ. ഇവിടെ മില്ലേനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞ് കിരീടമൊക്കെ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയ കിരീട ഉണ്ണി മില്ലേനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞ പടം എടുത്തു 2000. പൊളിഞ്ഞു പാളീസായി എന്ന് പറയാം. അപ്പോൾ കിരീടം ഉണ്ണിയുടെ സ്ഥിരം കോസ്റ്റ്യൂമർ ഇന്ദ്രൻസ് ആയിരുന്നു. ആ ഇന്ദ്രൻസിനെ ഇതിൽ വച്ചില്ല മില്ലേനിയം സ്റ്റാർസിൽ. കാരണം അതിന് പറ്റിയ ഡിഗ്നിറ്റിയൊന്നും ഇന്ദ്രൻസിനില്ല എന്ന് തോന്നി. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, എന്തിനാ കിരീടത്തിൽ മൊത്തം നമ്മളെടുത്ത കോസ്റ്റ്യൂമില്ലേ, ആ കോസ്റ്റ്യൂം സല്ലാപത്തിൽ നമ്മളെടുത്ത കോസ്റ്റ്യൂമില്ലേ, ആ കോസ്റ്റ്യൂമിൻ്റെ വില ഒരു പടത്തിന് മുഴുവൻ എടുത്ത കോസ്റ്റ്യൂമിനേക്കാൾ വിലയായി ഇതിൽ ബിജു മേനോന് ഡ്രസ്സ് എടുത്തപ്പോൾ എന്ന് അഹങ്കരിച്ച പടമായിരുന്നു. പടം പൊളിഞ്ഞ ശേഷം എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ജയറാമുള്ള സെറ്റിൽ ചെന്നു. ജയറാമാണ് ഇതിലെ ബിജു മേനോൻ്റെ കൂടെ നായകൻ. കാറിൽ നിന്ന് കിരീട ഉണ്ണി ഇറങ്ങിയപ്പോൾ ജയറാം കൂകുകയാണ് സ്വീകരിച്ചതെന്ന് അന്ന് വലിയ വാർത്തയായി. പൊളിഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസർ, പൊട്ടിയ പ്രൊഡ്യൂസർ വരണേ എന്ന് പറഞ്ഞ് കൂവിയിരുന്നു. ഹസീബിനെ എന്തായാലും കൂവിയില്ലല്ലോ. പല പ്രാവശ്യം എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. ഇവരുടെയൊന്നും മുഖത്ത് വിനയമില്ലല്ലോ. അത്രയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ. പക്ഷേ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. கும்பகோணம், அப்பா பாலக்காடு. அந்த காலத்து பாலக்காடு தமிழ்நாடு, நான் பெரும்பாவூர், குழந்தைகள் சென்னை, பொண்டாட்டி நாயர் குறுப்பு. மலையாளமும் கம்பர்ட்டு, தமிழும் கம்பர்ட்டு. தமிழும் മലയാളവും ഒന്ന് മാതിരി தான். ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് അന്ത മാതിരി ഇല്ല. പക്ഷെ ഞാൻ ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. റാഞ്ചിന്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട്. മോഹൻലാലും ദുൽഖറും ഭഗതും നയൻതാരയും പ്രിയനും കല്യാണിയും ഒരു കാലത്ത് കുറേ കാലം മമ്മൂട്ടിയും ഒക്കെ വർഷങ്ങളായി തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നു. പക്ഷേ ഇവരാരും ഞാൻ തമിഴൻ മട്ടും താ എന്ന് പറഞ്ഞിട്ടില്ല. അവർ മലയാളിയായി അഭിമാനത്തോടെ ചെന്നൈയിൽ ജീവിക്കുന്നു. കെട്ടിയോൻ പറയുന്ന പോലെ പൊണ്ടാട്ടി പറയില്ല, പാർവതി പറയുമോ ഞാൻ തമിഴത്തിയാണ്? എനിക്കോളില്ല പറയുന്നു, ഞാൻ തിരുവല്ലക്കാരി, നല്ല കുറുപ്പാണെന്നല്ലേ പറയും. നക്കാപിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. ഇപ്പൊ തന്നെ നമ്മുടെ നടൻ ശ്രീനിവാസൻ മരിച്ചു. രോഗഗ്രസ്തനായി എത്രയോ നാൾ ആശുപത്രിയിലും വീട്ടിലുമായി അദ്ദേഹം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയോ ഈ മഹാൻ? എത്ര നല്ല തിരക്കഥകളിൽ ഇദ്ദേഹത്തിന് വേഷം കൊടുത്തു, നോക്കില്ല. ശ്രീനിവാസൻ മരിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് അന്ന് നിർത്തിപ്പോരാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എടാ, സ്വന്തം വീട്ടുകാരെങ്കിലും മരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോകാതിരിക്കരുത്. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. கடைசி ஷாட்டில் இப்படி இருக்கணும். ஓகே, இதில் ஒரு படம் வேணா ஒரு வாட்டி கூட பாருங்க. கடைசியில் இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். അതിൻ്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. പക്ഷേ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നതിൽ. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം. അപ്പോൾ ജോഷി സാർ പറഞ്ഞത്ര 2 നാൾ കൂടി നീ ഇവിടെ നിന്നാൽ നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജോഷി സാറിനോട് പറഞ്ഞത് പറ്റില്ല. ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്കതാണ് വലുതെന്ന് തോന്നി.
എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിൽ എത്തണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം ദിവസം തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷിച്ചൊരു കള്ളമുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരൻ, അതുകൊണ്ട് പോയതായിരിക്കും. രണ്ടാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം கரெக்டாக தீபாவளி டைம் எங்கள் வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா, കടസിൽ എല്ലാവരും 5 പേര് നടന്നു വരുന്നത് ബെസ്റ്റാ. ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലി താ മുഖ്യം, അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. വാക്കിന് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് കാണുന്നവർ പുച്ഛിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ഓരോ ക്യാമറ കാണുമ്പോൾ ഓരോ രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ കാണുന്ന ജനം എന്നെ പുച്ഛിക്കും. നാക്കെടുത്ത് വളച്ചാൽ കള്ളമേ പറയൂ, പൊങ്ങച്ചമേ പറയൂ എന്ന് ചിന്തിക്കില്ലേ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നടനാണ് ജയറാം. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്.